കോട്ടൺ സാരീസിൻ്റെ ഒക്കെ ഒരു വീവിങ് സ്റ്റൈലിൽ കുറച്ചും കൂടി നമുക്ക് ആ ഒരു ഡ്യൂറബിലിറ്റി ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ചന്തേരി ഫിനിഷിൽ വരുന്ന ബ്ലെൻഡഡ് കോട്ടൺ ഫാബ്രിക് ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആ സാരിയുടെ ആ ഒരു ലൈറ്റ്നെസ് ഒക്കെ നമുക്ക് ചന്തേരി പോലെയാണ്. പക്ഷെ അതിൻ്റെ ഒരു ബോഡി നോക്കിക്കഴിഞ്ഞാൽ ഒരു സെൽഫ് സ്ട്രൈപ്പ് ഡിസൈനും അതിൻ്റെ കൂടെ തന്നെ ഡയഗണലായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു പാറ്റേൺ ഇസ് ടേക്കൺ ഫ്രം ആക്ച്വലി ബനാറസി. ബനാറസി ഡിസൈനിൽ നിന്ന് എടുത്ത് ഇൻസ്പിറേഷൻ എടുത്ത് ചെയ്തേക്കുന്ന സാരിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ക്രീം ഷെയ്ഡാണ്, അത് യെല്ലോയി ക്രീം ഷെയ്ഡിൻ്റെ കൂടെ ബ്ലാക്ക് ആണ് എൻ്റെ വീവിങ് സ്റ്റൈൽ വന്നിരിക്കുന്നത്. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദ ബോർഡർ വി സി ദിസ് സെൽഫ് സ്ട്രൈപ്പ് ലുക്കിൻ്റെ കൂടെ തന്നെ ഈ ഒരു ബ്രൗണിഷ് ബേജ് ടോണിൽ വന്നിട്ടുള്ള ജോമെട്രിക് വീവിങ് പാറ്റേണും കൂടെ വന്നിട്ടുള്ള സാരിയാണ്. ലൈറ്റ് വെയ്റ്റ് സാരിയാണ്. ആൻഡ് നെക്സ്റ്റ് ഇതിൻ്റെ ബ്ലൗസാണ്. ബ്ലൗസും വളരെ ഒരു ഫിൽഡ് ആയിട്ടുള്ള ഒരു ഫീൽ. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ആ ഒരു വീവിങ് സ്റ്റൈൽ വന്നിരിക്കുന്നതുകൊണ്ട് തീരെ എം ടി ഫീൽ വരത്തില്ല. നമുക്കിത് ബ്ലാക്ക് സാരീസിൻ്റെ കൂടെയൊക്കെ വേണമെങ്കിലൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ്. ഈ സെയിം ബോർഡർ പാറ്റേൺ വന്നിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു സെൽഫ് സ്ട്രൈപ്പ് ഡീറ്റെയിലിംഗ് അതിനകത്ത് കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ബോർഡറിനകത്ത് ഈ ഒരു ഷെയ്ഡ് വരുന്നിടത്ത് നമുക്ക് സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്തേക്കാണ് കേട്ടോ. ജോമെട്രിക് പാറ്റേൺ ഇതിനകത്ത് വന്നിട്ടില്ല. സർക്കുലർ ഡിസൈൻസ് ആണ് ഫുൾ ഓൾ ഓവർ. ഒരു ബ്രൊക്കേഡിനകത്തൊക്കെ വരുന്ന ഒരു ഫീലാണ്. പക്ഷെ അത് ബ്രൊക്കേഡ് അല്ല, ത്രെഡ് വീവിങ് പാറ്റേണിലാണിത് വന്നിരിക്കുന്നത്. അപ്പോൾ അത് അടുക്കി കുത്തി ഉടുക്കാനാണെങ്കിലും ഒക്കെ നല്ല കേട്ടോ. ആ ഒരു ബോർഡർ പാറ്റേൺ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് വളരെ നല്ലതാണ്. വെയിറ്റും തീരെ തന്നെ വന്നിട്ടില്ല. ഇപ്പോൾ JDS എന്ന കോഡിലാണ് വന്നിരിക്കുന്നത്. 108 എന്ന കോഡിൽ അവൈലബിൾ ആക്കിയിരിക്കുകയാണ്. നമ്മളിതിനകത്ത് മാക്സിമം ക്വാണ്ടിറ്റി ഇനി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഡെഫിനറ്റായിട്ട് നമുക്കിതിൻ്റെ എന്താ പറയുക, അതിൻ്റെ റിവ്യൂസ് നമ്മളെ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്നും വേറെ ഏതെങ്കിലും ആ ഒരു ലുക്സ് ആണോ, നിങ്ങൾക്ക് എന്താണ് പ്രിഫർ ചെയ്യുന്നതെന്നൊക്കെ ഡെഫിനറ്റ്ലി നമുക്ക് കമൻസ് വഴി അറിയിച്ചു കഴിഞ്ഞാൽ നമ്മളത് കൺസിഡർ ചെയ്യുന്നതാണ്. അതിൻ്റെ അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുമുണ്ട് കേട്ടോ. JDS 108 വിഷുവിന് റെഡി ആവാൻ വേണ്ടിയിട്ട് നല്ല രസമുള്ള ഒരു കുർത്ത. അപ്പോൾ ഇതൊരു സൈഡ് സ്ലിറ്റഡ് പാറ്റേണിൽ ആ ഒരു വൈറ്റ് ഷെയ്ഡിൻ്റെ അകത്ത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി പ്ലേസ്മെൻറ്റും കൂടെ കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. സ്ലീവ്സിൻ്റെ അകത്ത് ഈ ഒരു യോക്ക് പാറ്റേൺ അവിടെയും ഷോൾഡർ ആയിട്ടുള്ള ഒരു യോക്ക് ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഒരു പാറ്റേൺ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ. അത് ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഒരു ലുക്ക്. എപ്പോഴും നമ്മൾ റെഗുലറായിട്ട് കാണുന്ന ഒരു സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കുലർ യോക്കിന് പകരമായിട്ട് നമ്മൾ കുറച്ചൊരു കേർവ്ഡ് ആയിട്ടുള്ള പാറ്റേണും ആൻഡ് അത് ചെസ്റ്റ് ആ ഒരു പോർഷൻ ഫുള്ളായിട്ട് കവറും ചെയ്തിട്ടുള്ള ലുക്കിലാണ് വന്നിരിക്കുന്നത്. സോ ദാറ്റ്സ് എ വെരി പ്രിറ്റി പിങ്ക് ആൻഡ് ഗ്രീൻ ഡീറ്റെയിൽ. അതൊരു ആ ഒരു ഫ്ലോറൽ ലുക്കാണ് കൂടുതലായിട്ടും അതിനകത്ത് വരുന്നത്. അത് ചെറുതായിട്ടുള്ള ആ ഒരു വൈൻ ഡിസൈൻ പോലെ ഗോൾഡൻ ജെറിയുടെ ഒരു മിക്സ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന വൈൻസിനകത്താണ് ആ ഒരു ലീഫ് ആൻഡ് ഫ്ലോറൽസ് എന്നുള്ള ഒരു ലുക്ക് കൊടുത്തേക്കുന്നത്. ആൻഡ് ഇത് ഫുള്ള് നല്ലൊരു യെല്ലോ ഗോൾഡ് ഷെയ്ഡിൽ വന്നിട്ടുള്ള സെറി യൂസ് ചെയ്തിട്ടുള്ള പെട്ടെന്ന് കഴിഞ്ഞാൽ പിൻ ടക്സ് പോലെയുള്ള ഒരു എംബ്രോയിഡറി ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 1399 റേഞ്ചിലാണ് വരുന്നത്. ആൻഡ് ഇത് നമുക്ക് റെഡി ടു ഡിസ്പാച്ച് ആയിട്ടും ഇൻ സ്റ്റോഴ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ട്രൈ ഇറ്റ് ഓൺ. അപ്പോൾ ഇത് നമ്മൾ റെഡിലി അവൈലബിൾ ആക്കിയാണ്. ഇത് ലൈൻഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തയാണ് കേട്ടോ. അപ്പോൾ ട്രാൻസ്പെറൻസി ഇഷ്യൂസ് ഒന്നും വരത്തില്ല. അപ്പോൾ വൈറ്റ്സ് എടുക്കുമ്പോഴത്തേക്ക് പലർക്കും ട്രാൻസ്പെറൻ്റ് ആണോ എന്നുള്ളൊരു ഇഷ്യൂ തോന്നാറുണ്ട്. പക്ഷേ ഇതിന് ട്രാൻസ്പെറൻസി ഇഷ്യൂ ഒന്നും വരത്തില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫിറ്റിലാണ്. കോട്ടൺ ലൈനിങ് തന്നെയാണ് അത് യൂസ് ചെയ്തേക്കുന്നത്. സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീംലി സോഫ്റ്റ് എന്നല്ല, അത്യാവശ്യം നല്ല നല്ലൊരു ഹാൻഡ് ഫീൽ ഉള്ളതാണ്. തൊടാനൊക്കെ നല്ല സുഖമാണ്. ഇടുമ്പോഴും നമുക്ക് വളരെ സുഖമായിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യുമ്പോഴത്തേക്ക് പിങ്ക്സോ ഗ്രീൻസിൻ്റെയോ ഒക്കെ നമുക്ക് ബോട്ടംസ് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ദുപ്പട്ടാസ് വേണമെങ്കിലും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു എത്നിക് ലുക്സിൽ, ഇപ്പോൾ കലങ്കാരി പോലെയുള്ള ഡിസൈൻസിൻ്റെ കൂടെയോ ഇല്ല അങ്ങനത്തെ ഉള്ള ട്രഡീഷണൽ ഫ്ലോറൽ ലുക്സിലോ പെയിൻറ്റഡ് ലുക്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് ദുപ്പട്ടാസൊക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ പെയർ ചെയ്യാൻ പറ്റുന്നത്. RGA 215 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. സൈഡ് സ്ലിറ്റഡ് പാറ്റേണിൽ കോട്ടണിൽ വന്നിരിക്കുന്ന കുർത്ത 1399. ചന്തേരി സാരീസ് ഇന്ന് ഞാൻ കൊണ്ടുവന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ചന്തേരി സാരീസാണ് കേട്ടോ. ഇപ്പോൾ സമ്മർ ടൈമാണ്, നല്ല ചൂടുള്ള സമയമാണ്. സമയത്ത് ഏറ്റവും കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് ചന്തേരി എന്ന് പറയുന്നത്. ചന്തേരിയിൽ ബ്ലോക്ക് പ്രിൻ്റ് ചെയ്തിട്ട് ബനാറസി ബോർഡേഴ്സൊക്കെ വരുന്ന റിച്ച് ആയിട്ടുള്ള സാരി. ആൻഡ് നമുക്ക് ഇതിൻ്റെ ഓപ്പൺ ലുക്ക് കാണാം. ചന്തേരി നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. കൊച്ചു കൊച്ചു പൂക്കളുടെ പ്രിൻ്റാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഡെയിലി വെയർ ആയിട്ട് സാരി ഉടുക്കുന്നവർ ഒരുപാട് പേര് ചന്തേരി പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാനും എന്നാൽ നല്ല ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കുകയും ചെയ്യും. നല്ല സുഖമുള്ള സാരിയാണ്. മെറ്റീരിയലാണ്
ഒരു നല്ല കൂൾ ഇഫക്റ്റ് ഉള്ള മെറ്റീരിയലാണ് ചന്തേരി. യൂസ് ചെയ്തിട്ടുള്ളവർക്കറിയാം. ബ്ലോക്ക് പ്രിൻറ്റഡ് ചന്തേരി സാരീസ് വിത്ത് ബനാറസി ബോർഡേഴ്സ്. ആൻറ്റി കളറിലുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള ബനാറസി ബോർഡേഴ്സാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. നല്ല ഭംഗിയുള്ള 4 കളർ പാലറ്റിലാണ് കോൺട്രാസ്റ്റ് ബോർഡേഴ്സൊക്കെ ആയിട്ട് വന്നേക്കുന്നത്. കോൺട്രാസ്റ്റ് ബോർഡറിൻ്റെ കളറിൽ തന്നെയുള്ള ബ്ലൗസുമാണ് കേട്ടോ. 4 കളർ വേരിയൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. SMC 107 എന്ന കോഡിൽ 2999 പ്രൈസ് റേഞ്ചിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ചെക്ക് ഇറ്റ് ഔട്ട് at www.aham.store.